അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ വരാൻ കാരണമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയായെന്ന്. കിണർ വെട്ട് നടക്കുന്നുണ്ട്. എനിക്ക് വാർപ്പ് വരെ 4.5 ലക്ഷം രൂപ ആവും. തടി നമ്മളെ കയ്യിലുണ്ട്. തടിയും പണിയാനും 4.5 ലക്ഷം രൂപ ആവും. ഇപ്പം കുറച്ചേ ആയിട്ടുള്ളൂ പൈസ. അപ്പോഴും നിങ്ങൾ സഹായം ഒന്ന് ചെയ്യണം. ഞാൻ ഇത്രയും വീഡിയോ ഇട്ട് അൽഹംദുലില്ലാ കുറച്ച് പൈസയൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് മാമച്ചീരയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. 2-3 പേര് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ നിങ്ങൾ എന്നെ സഹായിക്കണം. കാരണം എനിക്ക് മറ്റന്നാൾ തൊട്ട് റബ്ബറും പാലെടുപ്പ് ചീവി തുടങ്ങി. പാൽ ഒരു മരത്തിന് 50 പൈസ കണക്കാണ് ഞാൻ പാലെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ 200-300 രൂപയാണെങ്കിലും എൻ്റെ ചിലവ് നടന്നേ പോകും. ഒരു മാസം എല്ലാ ദിവസവും വെട്ട് നടക്കൂല. ഫെബ്രുവരി 10-ാം തീയതി പാലെടുപ്പ് കൂടിപ്പോയാൽ ഒരു മാസം 18 വെട്ട്, അല്ലെങ്കിൽ 13 വെട്ട്, അല്ലെങ്കിൽ 14 വെട്ട്. 200 രൂപ കൊണ്ട് അല്ലെങ്കിൽ പോട്ട് 300 രൂപ കൊണ്ടുവന്ന് എങ്ങനെ കാര്യങ്ങൾ നടക്കും? വീട്ടു ചിലവ് നടന്നു പോകും, പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കൂല. എനിക്ക് മക്കൾക്ക് ഒന്ന് നല്ല വിദ്യാഭ്യാസം ചെയ്യണം, ബാക്കി കാര്യം ചെയ്യണം. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഒരു ജോലി വേണം. ഇത് സീസൺ ആകുമ്പോൾ ഇല്ല, മഴയാകുമ്പോൾ ഇല്ല, ചൂടാകുമ്പോൾ ഇല്ല. അവനെ തെന്നിയും തെറിച്ച് മരണവെപ്രാളപ്പെട്ടാണ് കിടന്ന് ഒഴിക്കുന്നതും കറക്കുന്നതും എല്ലാം. അപ്പോഴേ എനിക്ക് സുരക്ഷിതമായിട്ടൊരു പണിക്ക് പോകാനും ഹെൽത്ത് പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഈ ഒരു വീടായാൽ മാത്രമേ ഈ മക്കളെ കാര്യം നോക്കി മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം നിങ്ങളെനിക്ക് ഹെൽപ്പ് ചെയ്യണം സഹോദരങ്ങളെ. നിങ്ങൾ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ഈ 3 മക്കളെ എനിക്ക് സ്ഥിരമായിട്ടൊരു പണിക്ക് പോകണമെങ്കിൽ ഒരു വീടാവണം. അവിടെ ഉപ്പ ഉമ്മയുണ്ട്. ഇവിടെ ആരെ ഏൽപ്പിക്കുക? മക്കളെ ആരെ ഏൽപ്പിക്കുക? ഇല്ല. ഒരുപാട് പേര് വിളിച്ച്, ഇന്നലെ അർദ്ധരാത്രി ഒരെണ്ണം വിളിച്ച്, അതൊക്കെ അങ്ങനത്തെ കോളുകളൊന്നും നിങ്ങൾ വിളിക്കരുതേ ദയവ് ചെയ്തിട്ട്. ഞാനൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അത് ദുരുപയോഗം ചെയ്യരുത്. കാരണം ഒരു പെണ്ണ് നമ്പർ തരുമ്പോൾ നിങ്ങൾ ഓർത്തോളണം, ഈ പൊടി മക്കളാ. എനിക്ക് മറ്റേ നമ്മൾ സ്കൂൾ വിട്ട് വന്നെങ്കിലും അവരവിടെ നിൽക്കും, ഒരുങ്ങി സ്വന്തമായിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചാൽ മദ്രസയിൽ പോകും. പക്ഷെ ഇവിടെ നോക്കാൻ ആരുമില്ല. ഇനി ഒന്നാമത്തെ കാര്യം, ഉപ്പ ഇതായിട്ടിരിക്കണം, എന്ന് വെച്ചാൽ വയ്യായ്മയായിട്ടിരിക്കണം. അപ്പോൾ ഉപ്പാൻ്റെ മക്കൾ വന്നാൽ ഇവർ പറഞ്ഞ ഉടുപ്പൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് പള്ളിയിൽ പോകും. അപ്പോൾ എനിക്ക് ജോലിക്ക് സ്ഥിരമായിട്ടൊരു കടയിലോ കാര്യങ്ങളോ കയറിയാലേ ഈ മക്കളെ നോക്കാൻ പറ്റൂ. അപ്പോൾ 200 രൂപ ഉണ്ടെന്നൊന്നും, കാരണം മഴ നനഞ്ഞാൽ മൊത്തം നനയണം, പാല് മൊത്തം പോയി നനഞ്ഞൂറ്റി, ഇടിയും മഴയും. കൊച്ചു മോനെ ഇടയ്ക്ക് കൊണ്ടുപോകേണ്ടെന്ന സാഹചര്യം വരും, വയ്യായ്മ. ചില ദിവസം അവൻ നിൽക്കൂല, കൂട്ടുകാരിയുടെ വീട്ടിൽ നിൽക്കൂല, അവനെയും കൊണ്ടാണ് പോണത്. പിന്നെ അവൻ്റെ കാര്യം നോക്കണം, പാലെടുപ്പ് സമയത്ത് എത്തി വരൂല. ഒരുപാട് നടക്കാനും ഉണ്ട് ഇവിടെ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തല്ല ഞാൻ പാലെടുക്കാൻ പോണത്. അപ്പം നിങ്ങളൊന്ന് സഹോദരങ്ങളെ ഒന്ന് സ്വന്തം പെങ്ങളെ പോലെ ഒന്ന് കരുതിയിട്ട് എനിക്ക് വീടിന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ഞാൻ പറയണ പല തുള്ളി ഞാൻ എത്രയും തന്നാലാവുന്നത് എന്തും ചെറിയ എമൗണ്ട് ആണെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് വേറെ പറയാനൊന്നും, എൻ്റെ ഉപ്പ രോഗിയായിട്ടിരിക്കുന്നു. ബാക്കി മാമച്ചിയുടെ ഭാഗത്തു നിന്ന് എല്ലാം ഒരിടത്തും പറയുന്നുണ്ട്. അടിസ്ഥാനം കംപ്ലീറ്റ് ആയി അൽഹംദുലില്ലാ. ഇനി മേലോട്ടുള്ള പണിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ മേലോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നുള്ളവർക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പം നിങ്ങളൊന്ന് സഹായിക്കണം. കാരണം പല തുള്ളിയാണെങ്കിലേ ഈ വീട് 11 ലക്ഷം രൂപ എല്ലാം കൂടെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 826 സ്ക്വയർ ഫീറ്റ് വീടാണ്. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലാണ് ഇരിക്കുന്നത്, നാവായിക്കുളം പഞ്ചായത്താണ്. അപ്പം നിങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് സഹായിക്കുക. എൻ്റെ അക്കൗണ്ട് നമ്പർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക, അപ്പം ഞാൻ തരാം. നിങ്ങൾക്ക് നഷ്ടം നമുക്ക് കൊടുക്കുന്നത് ഉള്ളവൻ കൊടുക്കുക, ഇല്ലാത്തൊരു ദുആ ചെയ്യണം. നിങ്ങളൊന്ന് സഹായിക്കണം. ഈ റെൻറ്റ് പോലും എന്നെക്കൊണ്ട് കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ സഹായിക്കണം. ജീവിതം ഇങ്ങനെയൊക്കെ ആയി. ഇപ്പോഴും ഞാനൊരു കാര്യം പറയണം, എനിക്ക് ഭർത്താവില്ല, ബന്ധം തീർന്നതാണ്. എനിക്ക് ഈ മക്കളെ കളയാൻ പറ്റൂല. അപ്പോൾ എനിക്കൊരു വീട് ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മാരെയും ഉപ്പാരെയും തണലുണ്ടാവും. ഞാൻ ഇപ്പോൾ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്, നിങ്ങൾ സഹായം ചെയ്യണം, സഹായം ചെയ്യണം. ആ പൈസ ഇന്നലെ സഹായിച്ചവരുടെ എടുത്ത് മാമച്ചീരയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ ഇടാം. വീട് എനിക്ക് മുന്നോട്ട് കയറി പോകണം. കിണറിന് വേണ്ടിയുള്ള പൈസ മാമച്ചീര കെയർ ഓഫിലാണ് ഒരാൾ സഹായിച്ചത്. അൽഹംദുലില്ലാ കിണർ വെട്ടി തുടങ്ങി. എനിക്ക് വാർത്തങ്ങ് ഇട്ടെങ്കിൽ ഒരു സമാധാനമായി. എന്നെ അഴുകവും പൂശി അങ്ങ് താമസമാവണം. ഈ വീട് റെൻറ്റ്, കാരണം സ്ഥിരം ഒരു വരുമാനം വേണം എനിക്ക് മക്കളെ പഠിപ്പിക്കാനേ.
അപ്പോൾ നിങ്ങളെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഞാൻ ഈ ജുമേര സമയത്ത് ഇടണേന് നിങ്ങൾ ഒന്ന് ആലോചിച്ചോണം. എനിക്കൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യണം. എനിക്കൊരു വീടിന് വേണ്ടി നിങ്ങളെ പെങ്ങളെ പോലെ കണ്ടിട്ട് ഒന്ന് സഹായിക്കണം. ഈ 3 മക്കളെ എനിക്ക് നോക്കാൻ ആരുമില്ല. മറ്റേതാകുമ്പോൾ കുടുംബത്തെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവാം. അപ്പോൾ അസ്സലാമു അലൈക്കും.